സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെത്തഡോളജീസ് ഫോർ മൊബൈൽസ് ആൻഡ് ക്ലൗഡ് എൻവയോൺമെൻറ്റ്സ് എന്ന ടോപ്പിക്കും ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ടൈപ്സ് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. മൊബൈൽ ആപ്ലിക്കേഷൻ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മൊബൈൽ ആപ്ലിക്കേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ടു മെയിൻ ടൈപ്സ്: നേറ്റീവ് ആപ്ലിക്കേഷൻസ് ആൻഡ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. Native applications can constructed to be used on a specific platform like iOS and Android or mobile devices. Mobile web applications consist of web pages specifically developed for taking into account the characteristics of mobile devices. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് നേറ്റീവ് ആപ്ലിക്കേഷൻസും രണ്ടാമത്തെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസും. നേറ്റീവ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് iOSോ ആപ്പിളിനോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോണിന് വേണ്ടി പ്രത്യേക ഫോണിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് നേറ്റീവ് ആപ്ലിക്കേഷൻസ്. വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെബ് പേജാണ്. മൊബൈൽസിൻ്റെ ഓരോ ഡിവൈസിൻ്റെ സ്പെസിഫിക് ഫീച്ചറിനനുസരിച്ചുള്ള അതിൻ്റെ അനുസരിച്ച് തയ്യാറാക്കിയ വെബ് പേജസിനെയാണ് വെബ് ആപ്ലിക്കേഷൻസ് എന്ന് പറയാം. A native apps tends to be faster and more responsive because its code is stored on phone. There is no delay waiting for static content such as image and text to be downloaded from the web, while dynamic content still needs to be accessed from the internet. It is an important over the web-based model in which everything needs to be downloaded each time. In some cases, a native app like a game, when installed, can work with no internet connectivity requirements. നേറ്റീവ് ആപ്ലിക്കേഷൻസ് സാധാരണ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനെക്കാട്ടി വളരെ സ്പീഡായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ആ ആപ്ലിക്കേഷനിലുള്ള ഇമേജ്, ടെക്സ്റ്റ് പോലുള്ള കണ്ടൻറ്റൊക്കെ ഓൾറെഡി ഫോൺ സ്റ്റോറേജിലായിരിക്കും ഉണ്ടാവുക. ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ നേറ്റീവ് ആപ്ലിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ട ടെക്സ്റ്റുകൾ, ഇമേജസ്, ഗ്രാഫിക്സ് എല്ലാ കാര്യങ്ങളും ഫോണിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ എല്ലാ സാധനങ്ങളും നമ്മൾ ഓൺലൈനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നെറ്റ്വർക്ക് കണക്ഷൻ പൂറാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലാഗും കാര്യങ്ങളൊക്കെ വരും. A major benefit related to mobile web application is that they operate across different devices and operating systems as long as the web browser is available. Web-based apps do not require users to install a new software or manually search for updates. വെബ്-ബേസ്ഡ് ആപ്ലിക്കേഷൻസിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യത്യസ്തങ്ങളായ ഡിവൈസിന്, പലതരം ഡിവൈസിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുകയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഡിവൈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ്. The successful development of a software application is tightly linked to the ability of managing software requirements. Development of a mobile application is no different. In particular, it is of primal relevance the elicitation and documentation of quality attributes. A quality attribute, also designated quality requirement or non-functional requirement, correspond to a set of restrictions imposed to the system under development, establishing, for instance, how usable, attractive, fast or reliable it is. Example of this type of quality attributes are security, modifiability, performance or portability. Quality attributes of mobile applications are highly constrained by the hardware where the software executes. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും. സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് എത്രത്തോളം മാനേജ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം സക്സസ്ഫുൾ ആയിരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും. അതുപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആണ്. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനെ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക, അതുപോലെ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നതനുസരിച്ചിരിക്കും മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ഒരു ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റെസ്ട്രിക്ഷൻസ് ആണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തുള്ള ഡെവലപ്മെൻറ്റ് മുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് വരെയുള്ള എങ്ങനെ അത് യൂസബിളാണ്, അട്രാക്റ്റീവാണ്, ഫാസ്റ്റാണ്, റിലയബിളാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പാടുള്ള അനുസരിച്ചുള്ള ഒരു റൂൾസിനെയാണ്, സെറ്റ് ഓഫ് റൂൾസിനെയാണ് ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് സെക്യൂരിറ്റി, മോഡിഫയബിലിറ്റി, പെർഫോമൻസ് ഓർ പോർട്ടബിലിറ്റി. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസാണ്, ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾസാണ്.
Quality attributes and functionality are orthogonal in sense that many software design can achieve the same functionality with distinct level of quality built in. Therefore, software architects focus more on quality attributes rather than on functionality. In the majority of cases, a quality attribute is an emergent property, which implies that it is not possible to locate one place in the source code of the software system with the responsibility for ensuring the accomplishment of the attribute. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഓർത്തോഗണലാണ്. ഇവിടെ ഓർത്തോഗണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ആട്രിബ്യൂട്ട്സും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. അതേ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു നല്ല ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ. Therefore, software architects focus more on quality attributes rather than on functionality. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണാലിറ്റിനെക്കാട്ടി കൂടുതൽ അതിൻ്റെ വർക്കിങ്ങിനെക്കാട്ടി കൂടുതൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനെയാണ് സാധാരണ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യുന്ന ആൾക്കാർ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ശ്രദ്ധിക്കുക കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനെ ആയിരിക്കും. അതിൻ്റെ വർക്കിങ്ങിനെക്കാട്ടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനായിരിക്കും. ഒരു ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അങ്ങനെ ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു എറർ വരുന്ന പോലെയല്ല. ചെറിയൊരു എററോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന ഭാഗത്താണ് എറർ ഉള്ളത് ഒരു കോഡ് ലൊക്കേറ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ പറ്റും. പക്ഷേ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു കോഡ് കൊണ്ടൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അപ്പോൾ അത് ഫസ്റ്റ് A to Z ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ തുടക്കം മുതലേ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനായിരിക്കും ആർക്കിടെക്ട്സ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. The classification scheme suggested by Somerville in 2011 differentiates in a first level the non-functional requirements into 3 categories. Non-functional requirementsനെ Somerville 3 കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്, എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് എന്നിവയാണ്. പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിനെ തന്നെ ക്യാരക്ടറൈസ് ആസ്പെക്ട്സിനാണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറൈസ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ക്യാരക്ടറൈസ് ആയിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട വരുന്നത് റിലയബിലിറ്റി, പെർഫോമൻസ്, എഫിഷ്യൻസി, പോർട്ടബിലിറ്റി, യൂസബിലിറ്റി, ടെസ്റ്റബിലിറ്റി ആൻഡ് റീഡബിലിറ്റി ഇത്രയും കാര്യങ്ങളാണ്. ദെൻ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് കം ഫ്രം സ്ട്രാറ്റജീസ് ആൻഡ് procedures established in the context of the manufacturing process of the system or the client organization. ഈ കാറ്റഗറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന സമയത്തുള്ള സ്ട്രാറ്റജികളും കാര്യങ്ങളും അതുപോലെ ക്ലയൻറ്റിൻ്റെ കാഴ്ചപ്പാടുള്ള രീതിനെയാണ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സായി കാറ്റഗറി ചെയ്തിട്ടുള്ളത്. അതിൽ പ്രോസസ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ്, ഇംപ്ലിമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് ലൈക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ബി അഡോപ്റ്റഡ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം, അതുപോലെ ഏത് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സിൽ വരുന്നത്. അവസാനമായിട്ട് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് ആണ്. എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് ഹാവ് ഒറിജിൻ ഇൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ടു ദ സിസ്റ്റം ആൻഡ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ബീങ് എക്സാമ്പിൾസ് interoperability requirements that define how the system interact with other systems, legal requirements to guarantee that the system is compliant with the laws, and ethical requirement to make sure that the society in general will accept the system. എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളായിട്ട് ബന്ധപ്പെടാത്ത എക്സ്റ്റേണൽ കാര്യങ്ങളായിട്ട് പുറത്തുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട റിക്വയർമെൻറ്റ്സിനെയാണ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ പുറത്തുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റമായിട്ടോ എങ്ങനെയാണ് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ലീഗൽ റിക്വയർമെൻറ്റ് ടു ഗ്യാരണ്ടി ദ സിസ്റ്റം ഇൻ കംപ്ലൈൻറ്റ് വിത്ത് ദ ലോസ്. നിയമപരമായിട്ട് ഇതിന് വരുന്ന ഇഷ്യൂകളോ കാര്യങ്ങളോ വരുന്ന സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. മൂന്നാമത്തത് എത്തിക്കലാണെന്നുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് സൊസൈറ്റിയിൽ എങ്ങനെ എത്തിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സിൽ വരുന്നത്. ദെൻ we adopt the 8 categories for quality attributes proposed by Robertson in 2006 for discussing quality attributes in the scope of mobile applications. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സ്കോപ്പിൽ റോബർട്ട്സൺ എന്ന പുസ്തകത്തിൽ 8 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്.
അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലുക്ക് ആൻഡ് ഫീൽ. ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന പോലെ തന്നെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കാഴ്ചയിൽ എങ്ങനെയായിരിക്കണം, ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കണം, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം കൺവീനിയൻ്റ് ആയിരിക്കണം എന്ന് ഉള്ളതും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത്. ദ വിഷ്വൽ ആസ്പെക്ട് ഓഫ് ആൻഡ് ദ ആസ്തറ്റിക് ഓഫ് ദ സിസ്റ്റം, നെയിംലി ദ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ്. പ്രധാനമായിട്ടും ഗ്രാഫിക്കൽ ഇൻ്റർഫേസിനെയാണ് ഇത് എയിം ചെയ്യുന്നത്. യൂസബിലിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി, ദ ഈസിനെസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് എവറിത്തിങ് ദാറ്റ് പെർമിറ്റ്സ് എ ഫ്രണ്ട്ലിയർ യൂസർ എക്സ്പീരിയൻസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ലിയർ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസബിലിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നത്. പെർഫോമൻസ്, ആസ്പെക്ട്സ് ഓഫ് സ്പീഡ്, റിയൽ ടൈം, സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് എക്സിക്യൂട്ടീവ് കറക്ഷൻ. അടുത്തത് പെർഫോമൻസ് ആണ്. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ എത്രത്തോളം പെർഫോമൻസ് അതിന് കാഴ്ചവെക്കാൻ പറ്റുന്നത്, സ്പീഡ്, അതിൻ്റെ ടൈം, റെസ്പോൺസ് ടൈം, സ്റ്റോറേജ് കപ്പാസിറ്റി, എക്സിക്യൂഷനിലെ കറക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ഓപ്പറേഷണൽ, ക്യാരക്ടറിസ്റ്റിക്സ് അബൌട്ട് വാട്ട് സിസ്റ്റം മസ്റ്റ് ടു ഡു വർക്ക് കറക്റ്റ്ലി ഇൻ ദ എൻവയോൺമെൻറ്റ് വേർ ഇറ്റ് ഈസ് ഇൻസെർട്ടഡ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എവിടെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എന്തെല്ലാം അതിൽ ഫങ്ഷണാലിറ്റി നടക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. Then maintainability and support, attributes that allow the system to be repaired or improved and new functionalities to be anticipated. അതിനുശേഷം സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് യൂസറിന് കൊടുത്തതിന് ശേഷം അതിൻ്റെ മെയിൻ്റെനൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിൻ്റെനൻസ് ആൻഡ് സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് മെയിൻ്റെനബിലിറ്റി ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. സെക്യൂരിറ്റി, ഇഷ്യൂസ് റിലേറ്റഡ് ടു ആക്സസ്, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഡാറ്റ. ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റേൻ്റെ ഇൻറ്റഗ്രേഷൻ, ഒരു ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പറയുന്ന പോർഷനാണ് സെക്യൂരിറ്റി. പിന്നെ ദെൻ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ ഷെയ്ക്ക് ഹോൾഡേഴ്സ്, കൾച്ചർ ആൻഡ് ഹാബിറ്റ്സ്. ഒരു ഷെയ്ക്ക് ഹോൾഡേഴ്സിൻ്റെ അതിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ശീലങ്ങൾ, കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ വരുന്നത്. ലീഗൽ, ലോസ്, റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് അപ്ലൈ ടു ദ സിസ്റ്റം സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ്. ജനറിക്കലി all categories need to be considered for a given mobile application as it is formed of a software system. ലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ, അതുപോലെ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യണം, ഇത് യൂസ് ചെയ്യണമെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ലീഗൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത്. Relevant quality attributes for mobile applications. This section identifies and discusses the most relevant types of quality attributes for mobile applications and argues that relevant quality attributes for mobile applications are usually framed in usability, performance and maintainability and support categories. ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആണ് മൊബൈൽ ആപ്ലിക്കേഷൻസിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിനെ പറ്റിയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഫ്രെയിംഡ് ഇൻ യൂസബിലിറ്റി, പെർഫോമൻസ് ആൻഡ് മെയിൻ്റെനബിലിറ്റി ആൻഡ് സപ്പോർട്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കേസിൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് യൂസബിലിറ്റി. യൂസബിലിറ്റി ഈസ് എ ക്രൂഷ്യൽ ക്വാളിറ്റി for all types of software products. Usability covers many aspects like ease of use, personalization, ease of learning, and accessibility. According to ISO, usability is related to the extent to which a given product can be used to achieve specified goal with effectiveness, efficiency, and satisfaction in a specified context of use. യൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻ്റ് തന്നെയാണ് യൂസബിലിറ്റി. ഇതിന് പല രീതിയിൽ ഇതിന് കാണാം. എന്ന് വെച്ചാൽ പേഴ്സണലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈസ് ഓഫ് യൂസ്, ഒരു സോഫ്റ്റ്വെയർ ഏറ്റവും സിമ്പിളായിരിക്കും, യൂസ് ചെയ്യാൻ ഏറ്റവും ഈസി ഉള്ള സാധനമായിരിക്കണം. ഈസ് ഓഫ് ലേണിംഗ്, ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആക്സസിബിലിറ്റി ഉണ്ടാവണം, പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റണം. According to ISO standard പ്രകാരം usability relate to the extent to which a given product can be used to achieve specified goal within effectiveness, efficiency and satisfaction. ISO സ്റ്റാൻഡേർഡ് പ്രകാരം യൂസബിലിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആ സോഫ്റ്റ്വെയറിൻ്റെ ഗോൾ അത് എഫിഷ്യൻ്റ്ലി ആയിട്ടും എഫക്റ്റീവായിട്ടും സാറ്റിസ്ഫൈ ആയിട്ടും ഒരു സ്പെസിഫൈഡ് കണ്ടക്ട് ഓഫ് യൂസ്, പ്രത്യേക യൂസും ഉണ്ട്, സിമ്പിളായിട്ടുള്ള യൂസും കൊണ്ട് നമുക്ക്
അച്ചീവ് ചെയ്യാൻ പറ്റണം. അതിനെയാണ് ISO സ്റ്റാൻഡേർഡ്സിൽ യൂസബിലിറ്റി എന്ന് പറയുന്നത്. എ യൂസബിൾ സിസ്റ്റം മീൻസ് ടു ദ യൂസർ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് യൂസർ സാറ്റിസ്ഫാക്ഷൻ. ഒരു യൂസബിൾ സിസ്റ്റം എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന, ക്വാളിറ്റി ഉള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന, യൂസറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സിസ്റ്റം ആയിരിക്കണം. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് എ യൂസബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. യൂസബിലിറ്റി ആൾസോ ഇംപ്ലൈസ് റിഡക്ഷൻസ് ഇൻ സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് കോസ്റ്റ്. യൂസബിലിറ്റി അതുപോലെ തന്നെ ട്രെയിനിങ് കോസ്റ്റ്, സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. കാരണം ഒരു യൂസബിലിറ്റി ഉള്ള സിസ്റ്റം ആണെങ്കിൽ അല്ലെങ്കിൽ യൂസബിലിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിന് സപ്പോർട്ടിൻ്റെയൊക്കെ ആവശ്യം കുറവായിരിക്കും, അതുപോലെ ട്രെയിനിങ് കോസ്റ്റ് കുറവായിരിക്കും. അത് ഒറ്റ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് മനസ്സിലാവും. സെക്കൻഡ് പോയിന്റ് പെർഫോമൻസ് ആണ്. പെർഫോമൻസ് റെഫേഴ്സ് ടു ദ കപ്പാസിറ്റി ഓഫ് സിസ്റ്റം ടു റെസ്പോണ്ട് ടു ഇറ്റ്സ് സ്റ്റിമുലസ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ സ്റ്റിമുലസിനോട് എന്ന് വെച്ചാൽ അതിന് കൊടുക്കുന്ന ഇൻപുട്സിനോട് റെസ്പോണ്ട് ചെയ്യുന്ന കപ്പാസിറ്റിയാണ്. അതിനാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the time necessary to deliver a response to an event or the number of events processed by a specific time unit. ഒരു ഇവൻറ്റിനോ അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഇവൻറ്റിനോ ഒരു അറ്റ് എ ടൈമിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, ഒരു സിസ്റ്റത്തിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, അതിനെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് എ സിസ്റ്റം ക്യാൻ അക്കംപ്ലിഷ് ഇറ്റ്സ് ഫങ്ഷണാലിറ്റീസ് വിത്തിൻ എ ഗിവൻ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ്. ദ പെർഫോമൻസ് ഓഫ് എ സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ദ പ്രോസസ്സിംഗ് ടൈം ഓഫ് ടാസ്ക്, response time of operation, accuracy of result, reliability, availability, fault tolerance, storage capacity and scalability. ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സാധിക്കും. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ടു പ്രോസസ്സിംഗ് ടൈം ഓഫ് ടാസ്ക്, റെസ്പോൺസ് ടൈം ഓഫ് ഓപ്പറേഷൻ, ആക്യുറസി ഓഫ് റിസൾട്ട്, റിലയബിലിറ്റി, അവൈലബിലിറ്റി, ഫോൾട്ട് ടോളറൻസ്, സ്റ്റോറേജ് കപ്പാസിറ്റി, സ്കാലബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നതാണ്. ലാസ്റ്റ് പോയിൻ്റ് മെയിൻറ്റെയിനബിലിറ്റി ആൻഡ് സപ്പോർട്ടാണ്. സിസ്റ്റം മെയിൻ്റെനൻസ് ഇൻ ജനറൽ ഈസ് ഡിവൈഡ് ഇൻ ടു 4 മെയിൻ ടൈപ്സ്. സിസ്റ്റം മെയിൻ്റെനൻസിനെ പ്രധാനപ്പെട്ട 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രിവെൻറ്റീവ്, കറക്റ്റീവ്, പെർഫെക്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ്. ദ സ്ട്രാറ്റജി ഫോർ മെയിൻറ്റെയിനിങ് സിസ്റ്റംസ് ഈസ് ലിമിറ്റഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്: ഓർഗനൈസേഷൻ, കണ്ടക്ട്സ്, ടെക്നോളജി, ലോസ്, ബിസിനസ്, which determines how the different type of maintenance efforts are developed over the time to make sure that the system remains useful and updated. Thus, in system in which maintenance is paramount, it is convenient to consider maintenance requirement during the analysis phase. മെയിൻ്റെനബിലിറ്റി ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്തതിന് ശേഷം അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് ഇപ്പോഴും യൂസബിൾ ആണോ, കുറേ കാലങ്ങൾക്ക് ശേഷം അത് യൂസബിൾ ആണോ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും. അപ്പോൾ അത് കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻ്റെനബിലിറ്റി ആൻഡ് സപ്പോർട്ടിൽ പറയുന്നത്. താങ്ക് യു.